നമസ്കാരം. മരാളികയുടെ മലയാള അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ സ്വരചിഹ്നങ്ങളുടെ രണ്ടാമത്തെ ഭാഗമാണ്. മലയാളത്തിൽ ഉപയോഗത്തിലുള്ള സ്വരചിഹ്നങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിൽ കൂടുതൽ മനസ്സിലാക്കാം. മലയാളം അക്ഷരമാലയിലെ എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും ആ എന്ന ആദ്യ സ്വരാക്ഷരം ചേർത്താണ് ഉച്ചരിക്കുന്നത്. ഈ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ അധ്യായത്തിലെ 3 കാര്യങ്ങൾ ഓർക്കുക. 1. ആ എന്ന ആദ്യ സ്വരാക്ഷരത്തിന് ചിഹ്നം ഇല്ല. 2. ആ ഒഴികെയുള്ള ബാക്കി എല്ലാ സ്വരാക്ഷരങ്ങൾക്കും ചിഹ്നങ്ങൾ ഉണ്ട്. 3. വ്യഞ്ജനങ്ങളോട് ചേർത്ത് എഴുതുമ്പോൾ ആ ഒഴികെയുള്ള എല്ലാ സ്വരാക്ഷരങ്ങളും ചിഹ്നങ്ങളുടെ രൂപത്തിലാണ് എഴുതുക. ക എന്ന ആദ്യ വ്യഞ്ജനാക്ഷരത്തോട് ചേർത്ത് ഈ സ്വരചിഹ്നങ്ങൾ എഴുതിയിരിക്കുന്നത് മാതൃകാരൂപത്തിൽ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു. ക, കാ, കി, കീ, കു, കൂ, കൃ. കേ, കേ, കൈ. കോ, കോ, കൗ. കം, കഹ. ഈ ഉദാഹരണം ഉള്ളത് മലയാളത്തിലെ സ്വരാക്ഷരങ്ങളുടെ അക്ഷരമാലാ ക്രമത്തിലാണ്. അതിനാൽ സ്വരചിഹ്നങ്ങളുടെ ഈ പട്ടിക എളുപ്പത്തിൽ ഓർമ്മ വരാൻ മലയാളത്തിലെ സ്വരാക്ഷരങ്ങളുടെ അക്ഷരമാലാ ക്രമം പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. ആ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ, അഹ. ഈ സ്വരചിഹ്നങ്ങൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായും വിശദമായും പഠിക്കാം. സ്വരചിഹ്നങ്ങളിൽ ചിലത് വ്യഞ്ജനാക്ഷരങ്ങൾക്ക് മുൻപും ചിലത് വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ശേഷവും ചിലത് 2 വശത്തും എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. കാ, കി, കീ, കു, കൂ, കൃ, കൗ, കം, കഹ. ഈ ചിഹ്നങ്ങളെല്ലാം അക്ഷരത്തിന് ശേഷം എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ആ, ഇ, ഈ, ഉ, ഊ, ഋ, ഔ, അഹ എന്നീ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളാണ് നേരത്തെ കണ്ടത്. എ, ഐ. ഈ 3 സ്വരാക്ഷരങ്ങളുടെയും ചിഹ്നങ്ങൾ വ്യഞ്ജനത്തിന് മുൻപാണ് എഴുതുന്നത്. ഓ, എന്നീ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾക്ക് 2 അടയാളങ്ങൾ ഉണ്ട്. ഈ ചിഹ്നങ്ങൾ വ്യഞ്ജനാക്ഷരത്തിന് 2 വശത്തുമായിട്ടാണ് എഴുതുന്നത്. ഒരു അടയാളം അക്ഷരത്തിന് മുൻപും
അടുത്ത അടയാളം അക്ഷരത്തിന് ശേഷവും എഴുതുന്നു. അക്ഷരം, വ്യഞ്ജനാക്ഷരം ഈ രണ്ട് അടയാളങ്ങളുടെയും നടുവിൽ ആയിരിക്കും. മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഓ എന്ന ഹ്രസ്വാക്ഷരത്തിന്റെ ചിഹ്നം എ, ആ എന്നീ രണ്ട് സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ ചേർന്ന് ഉണ്ടായതാണ്. അതുപോലെ തന്നെ ഓ എന്ന ദീർഘാക്ഷരത്തിന്റെ ചിഹ്നം എ, ആ എന്നീ രണ്ട് സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ ചേർന്ന് ഉണ്ടായതാണ്. ഈ കാര്യം ശ്രദ്ധിക്കുക. ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. സ്വരചിഹ്നങ്ങളുടെ കാര്യത്തിൽ ഹ്രസ്വാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളും ദീർഘാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളും തമ്മിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഹ്രസ്വാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളും ദീർഘാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഹ്രസ്വ ചിഹ്നങ്ങളും ദീർഘ ചിഹ്നങ്ങളും പ്രത്യേകം എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ രണ്ട് ചിഹ്നങ്ങളും തമ്മിലുള്ള വളരെ ചെറുതും സൂക്ഷ്മവുമായ വ്യത്യാസങ്ങളും ശ്രദ്ധിക്കുക. തമ്മിൽ മാറിപ്പോകാൻ ഇടയുള്ള വേറെ രണ്ട് ചിഹ്നങ്ങളാണ് യ എന്ന വ്യഞ്ജനാക്ഷരത്തിന്റെ ചിഹ്നവും ഋ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നവും. ഈ രണ്ട് ചിഹ്നങ്ങളും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിനാൽ ഈ രണ്ട് ചിഹ്നങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ചെറിയ വ്യത്യാസം മാത്രമേ യ എന്ന അക്ഷരത്തിന്റെയും ഋ എന്ന അക്ഷരത്തിന്റെയും ചിഹ്നങ്ങൾ തമ്മിൽ ഉള്ളൂ. ഈ രണ്ട് ചിഹ്നങ്ങളും എഴുതിയിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉച്ചാരണത്തിലെ സാമ്യത കാരണം ഋ എന്ന അക്ഷരത്തിന്റെയും റ എന്ന അക്ഷരത്തിന്റെയും ചിഹ്നങ്ങൾ തമ്മിലും മാറാനുള്ള സാധ്യതയുണ്ട്. ഋ എന്ന അക്ഷരത്തിന്റെ ചിഹ്നത്തിനു പകരം റ എന്ന അക്ഷരത്തിന്റെ ചിഹ്നവും അല്ലെങ്കിൽ റ എന്നതിനു പകരം റ എന്ന അക്ഷരത്തിന്റെ ചിഹ്നത്തിനു പകരം ഋ എന്ന അക്ഷരത്തിന്റെ ചിഹ്നവും എഴുതാൻ സാധ്യതയുണ്ട്. കൃ, ക്ര ഈ രണ്ട് അക്ഷരങ്ങളും എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ രണ്ട് അക്ഷരങ്ങളിലും എഴുതിയിട്ടുള്ള ചിഹ്നങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രണ്ട് ചിഹ്നങ്ങളും തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ ഉച്ചരിക്കുമ്പോൾ ശുദ്ധമായി ഉച്ചരിക്കുക. കേൾക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക. എങ്കിൽ ഈ രണ്ട് ചിഹ്നങ്ങളും തമ്മിൽ മാറിപ്പോകാൻ സാധ്യത കുറവാണ്. എല്ലാവരും മലയാള സ്വരചിഹ്നങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നു. വാക്കുകളുടെ ഉദാഹരണങ്ങൾ അടുത്ത ഭാഗം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്.